ആകാശവാണി. സമയം 9:15. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് മുദ്രഭാഷാ അധ്യാപികയും മുദ്രനടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുമായ സിൽവി മാക്സിമേന. സ്റ്റുഡിയോയിലൊപ്പം മനേഷ് എം പി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിപാടികളിലെ ഒരു പുതിയ മുഖമാണ്. പുതിയ മുഖം എന്ന് പറഞ്ഞുകൂടാ എങ്കിലും ഇന്ന് നമ്മൾ ഇൻക്ലൂഷൻ എന്ന വാക്ക് കൂടുതലായി ചർച്ച ചെയ്യുമ്പോൾ ഈ മുഖം കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. കേൾവി പരിമിതർക്കായുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്ന, സൈൻ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന സിൽവി മാക്സിമേനയാണ് ഇന്ന് നമ്മുടെ അതിഥി. പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ സൈൻ ലാംഗ്വേജ്, ആംഗ്യഭാഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്? എന്റെ സ്വദേശം കോട്ടയമാണ്. ഞാനവിടെ CMS കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി PG ഒക്കെ ചെയ്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ നടക്കും, പുറത്തുനിന്ന് ആൾക്കാർ വരും. അങ്ങനെയാണ് ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വളരെ വ്യത്യസ്തമായ ഈ ഒരു ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്, അന്ന് നമുക്കിതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. എങ്കിലും ഇവർ ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു താല്പര്യം തോന്നി. അങ്ങനെ ആ ആൾക്കാരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സൈൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഓർത്തു വെക്കുന്ന ഒരു കാര്യം, അവരിൽ ഒരാൾ പറഞ്ഞു അവർ പഠിച്ചത് മദ്രാസിലാണ്, അന്ന് ചെന്നൈ എന്നുള്ള പേര് മാറ്റിയിട്ടില്ല. അപ്പൊ മദ്രാസ് പറഞ്ഞാൽ അവർ ഈ കയ്യിൽ MADRAS എന്ന് കാണിച്ചു. അപ്പൊ ഞാനത് മാഡ് രസ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാഡ് രസ് എന്താണ്? മദ്രാസ് നമ്മളത് കൂട്ടി വായിക്കാനുള്ള ഇത് നമ്മുടെ തലയിലപ്പം വരുന്നില്ല. പക്ഷെ പിന്നീടാണ് അവരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് ആ ആൽഫബറ്റ് അവരെന്നെ പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡെഫായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലിലേക്ക് ഞാൻ ആ സമയത്ത് വന്നു. പിന്നെ ആ കാലഘട്ടങ്ങളിൽ ദൂരദർശനിൽ ഈ സൈൻ ലാംഗ്വേജിൽ നാഷണൽ ഇതിലൊരു ലേഡി ന്യൂസ് അവർക്ക് വേണ്ടി ഇന്റർപ്രിട്ടേഷൻ എല്ലാ ഞായറാഴ്ചകളും ഉച്ചയ്ക്ക്. എനിക്ക് ഇപ്പോൾ സമയം ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഇരുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കി. എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയിട്ടുണ്ട്. എൻ്റെ മൂത്ത 2 ബ്രദേഴ്സാണ്, ഞാൻ ഇളയാളാണ്. എൻ്റെ അച്ഛൻ മനോരമയിൽ VC കുര്യൻ. അപ്പോൾ അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യായിരുന്നു. ചേട്ടന്മാര് കുസൃതികളാണ്. അപ്പൊ അവര് പറഞ്ഞു എന്താണ് ഈ കാണുന്നതെന്ന് വെച്ചിട്ട് അവര് നമ്മളിങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ വളരെ സപ്പോർട്ടീവായിരുന്നു. പഠിക്കട്ടെ, പുതിയ പുതിയ കാര്യങ്ങളല്ലേ, പഠിക്കണം, ആ രീതിയിൽ ഇങ്ങനെ വരുന്നു. പിന്നെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് അറിയില്ലല്ലോ, നമ്മൾ പിന്നീട് വളരെ കാര്യമായിട്ട് ഇത് പഠിക്കുമെന്നും അതുകൊണ്ട് ഒത്തിരി പേർക്ക് അതിനകത്തൂടെ ഒരു സന്തോഷം ഉണ്ടാകുമെന്നൊന്നും, അത് ഈശ്വരന്റെ ഒരു പറ്റി ഒരു നിശ്ചയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഞാൻ ബധിരരായ കുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക്, അത് തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ അയക്കുന്നു. അതെന്റെ കല്യാണം ആകുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നത്. അത് 98 ഡിസംബറിലായിരുന്നു. 99 ജനുവരി 11 എൻ്റെ വിവാഹം. അദ്ദേഹം മാക്സി വിശ്വാസ് മേന, ജേർണലിസ്റ്റാണ്, കഥാകൃത്താണ്. ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച അതേ സമയം തന്നെയായിരുന്നു കല്യാണവും. അപ്പോൾ ഞാൻ പക്ഷേ അന്ന് അത് ചിന്തിച്ചപ്പോൾ വിവാഹ ജീവിതം തന്നെയാണ്. കാരണം അത്രയേറെ ഞാനത് വളരെ പ്രാർത്ഥനയോടെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കല്യാണത്തിനാണ് പോയത്. അത് ഇന്നും ഒരു കുഴപ്പമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അത്രയേറെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരിക്കും ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ടില്ലാതെ നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 10 വർഷത്തിന് ശേഷം 2011 വീണ്ടും അതേ സ്ഥാപനത്തിൽ നിന്നൊരു ആപ്ലിക്കേഷൻ പത്രത്തിൽ അതിൻ്റെ ഒരു വാർത്ത വരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാക്സി വിശ്വാസ് മേന, അദ്ദേഹം തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത്. ഞാൻ അറിയുന്നില്ല. പക്ഷെ അവിടെ നിന്ന് കോള് വരുമ്പോൾ നിങ്ങളിങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു, ഫോണിലാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അപ്പം എനിക്ക് ഈ സൈൻ ലാംഗ്വേജിൽ ഒരു നേരത്തെ ഒരു ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് ഞാൻ വരുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്, പക്ഷെ ഞാൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പല ഭാഗത്ത്, ഇപ്പൊ നമ്മൾ മലയാളം ഭാഷയിൽ തന്നെ പല പല ജില്ലകളിലും വ്യത്യാസങ്ങളുണ്ട്. ചില വാക്കുകൾ തന്നെ ഡിഫറെന്റ് ആണ്. സൈൻ ലാംഗ്വേജ് ലോക്കൽ സൈൻ ലാംഗ്വേജ് ഉണ്ട്, പല ഭാഗത്തും പല രീതിയിൽ. ഇപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൈകൊണ്ട് കാണിക്കുന്ന മുദ്രകളാണ്. അപ്പൊ പല രീതിയിൽ കാണിച്ചാൽ നമുക്കത് ആശയവിനിമയത്തിന് അത് വളരെ നല്ലതാണ്. കാരണം ബധിരരായിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഒരു അക്കാഡമിക് ലെവലിലോട്ട് വരുമ്പോൾ ഒരു എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ്
സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങൾ നമ്മൾ അധ്യാപിക എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചാൽ മാത്രം പോരാ. അപ്പൊ ഞങ്ങൾ ശരിക്കും അധ്യാപകർ ചെയ്യുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ കൂടെ അവരെ കാണിച്ചു കൊടുക്കും, ബോർഡിൽ എഴുതും, കൂടെ സംസാരിക്കുകയും ചെയ്യും. കാരണം കുറച്ചു പേർക്ക് കുറച്ച് കേൾവി കാണും. അപ്പൊ ഇത് 3 കാര്യങ്ങളാണ് ഒരേ സമയത്ത് ചെയ്യേണ്ടത്. പഠിപ്പിക്കുന്ന 2 മണിക്കൂറാണ് ഞങ്ങൾ ഒരേ സമയത്ത് എടുക്കുന്നത്. പക്ഷെ ഇത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഒരു കോഴ്സായിട്ട് തന്നെ പഠിക്കുന്നു. അതിന്റെ ABC ലെവലുണ്ട്. ആ ABC ലെവല് പൂർത്തിയായാൽ നമുക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ നമ്മൾ റെക്കഗ്നൈസ്ഡ് സർട്ടിഫൈഡ് ഒരു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആകുന്നത് ആ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCAയുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. കാരണം 70% മാർക്ക് ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലെവലും കയറി വരാൻ പറ്റും. നമ്മൾ അത് ഡെഫ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഇത് പഠിക്കുന്നത്. ഞാൻ ഇൻഡോർ ബൈലിംഗ്വൽ അക്കാഡമിയിൽ നിന്നാണ് പഠിച്ചത്. അവിടെ ഡെഫ് ആയിട്ടുള്ള ബധിരരായ അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വേണമല്ലോ, അവരുടെ ഭാഷ അവർ തന്നെ വേണം നമ്മളെ പഠിപ്പിക്കാൻ. അങ്ങനെ ഒരു നിയമവും ഉണ്ട്. കാരണം സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ നമ്മളത് പഠിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അത് ബധിരരായ ആൾക്കാരുടെ ഭാഷയാണ്, അവർ തന്നെയാണ് അത് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ സർട്ടിഫിക്കേഷനും. അത് മാത്രമല്ല, നമ്മൾ നിരന്തരം നമ്മുടെ വിദ്യാർത്ഥികളുമായി ഇങ്ങനെ ആശയവിനിമയം നടത്തുന്നത് ഈ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. പിന്നീട് എന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഒട്ടും ബോറിംഗ് ആക്കാതെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ പിള്ളേർക്ക് ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. അതിനുശേഷം ഞാൻ അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിക്കും. നിങ്ങളിപ്പോ കളിച്ച എന്താ അത് റിപ്പോർട്ട് ചെയ്തുക. അങ്ങനെയാണ്. അപ്പം ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ക്ലാസ്. അപ്പൊ ഈ പാട്ടുകളുടെ ലോകത്തിലേക്ക് അവർ വരുന്നേ ഇല്ല. പാട്ടുകൾ അവർ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് അവർ പാട്ടുകൾ എൻജോയ് ചെയ്തുകൂടാ? അപ്പൊ അതിലേക്ക് പാട്ടുകൾ ഇങ്ങനെ അതിന്റെ ലിറിക്സ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലാക്കി അവരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. ഞാൻ കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ വാർഷിക ദിനങ്ങളിലൊക്കെ ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാഷണൽ ആന്തം അല്ലെങ്കിൽ നാഷണൽ സോങ് വന്ദേ മാതരം ഇതെല്ലാം ചെയ്യിപ്പിക്കും. ഇവര് വളരെ താളത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഒരു റിതമുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് മുദ്ര നടനം എന്ന് പറഞ്ഞൊരു നൃത്ത രൂപത്തിലേക്ക് വളരെ വിശദമായിട്ട് വരാം. മുദ്ര നടനം എന്ന് പറയുന്നത് വളരെ വിശദമായി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ സംസാരിച്ച് പോയിനകത്തും ചില വിശാലമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ സംസാരിക്കാൻ അതിനു മുമ്പേ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരിക്കും? കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് ഞാൻ. അപ്പൊ അത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കൂടിയാണ്. എന്ത് മനോഹരമായിട്ടാണ് അത് ONV എഴുതിയിരിക്കുന്നത്. ആ സിനിമയുടെ നായികയെ ഇതിനേക്കാളും ഗംഭീരമായി അങ്ങനെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത്ര ഭംഗിയായി തന്നെ ആദ്യത്തെ വരിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുടർന്ന് വളരെ മനോഹരമായ ഒരു പാട്ടും ബോംബെ രവിയുടെ ഈണം ONV സാറിന്റെ വരികളാണ് യേശുദാസ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. ഒരു ദേവദൂതികയാണു നീ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണരാജികളില്ലയോ ഇല്ലയോ ഇല്ലയോ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ.
സരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ ഇല്ലയോ ഇല്ലയോ കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. നമ്മൾ ഈ പാട്ടിന് മുന്നേ സംസാരിക്കുമ്പോൾ ഏത് ഭാഷയ്ക്കായാലും അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സ്റ്റാൻഡർഡൈസേഷനകത്താണ് താങ്കൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല അവിടെ തന്നെ പറഞ്ഞു കൂടുതലും കേൾവി പരിമിതരുടെ കയ്യിൽ നിന്നാണ് പഠിക്കുന്നതെന്നും. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മാനക ഭാഷയുണ്ട്, ഒപ്പം ഈ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന അഡീഷണൽ കാര്യങ്ങളും കൂടിയില്ലേ, അത് ചേർന്ന് വരുന്നതിൻ്റെ ഒരു കാര്യം പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഈ ബധിരരായ കുട്ടികൾക്ക് മലയാളം ഭാഷ പഠിക്കുന്നവർ വളരെ കുറവാണ്. ആൽഫബറ്റ് പോലും ഇപ്പോഴാണ് മലയാളത്തിലുള്ള അക്ഷരമാല ഈ സൈൻ ലാംഗ്വേജിൽ ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പൊ ഇംഗ്ലീഷ് ABCD വെച്ചിട്ടാണ് അവരിതെല്ലാം കാണുന്നത്. അതിൽ മലയാളത്തിൽ അവർക്ക് അത്രയും ഗ്രാഹ്യമില്ല. അങ്ങനെ വരുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭാഷയുടെ ബേസ് ഉണ്ടെങ്കിലേ ഉള്ളൂ വേറൊരു ഭാഷ പഠിക്കാൻ എളുപ്പമാകും. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് കോളേജ് ലെവലിലുള്ള കുട്ടികളെയാണ്. അപ്പം ഈ സ്കൂളുകളിൽ നിന്നും ഈ കോളേജിലേക്ക് വരുന്ന ഈ കുട്ടികളെ പറയുമ്പോൾ തന്നെ വിഷമമുണ്ട് ശരിക്കും. പക്ഷെ അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ചിലർക്ക് ABCD പോലും അറിയത്തില്ലാത്ത രീതിയിലാണ് കോളേജിലെത്തുന്നത്. ഞാൻ പഠിപ്പിക്കുന്നിടത്ത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 1 വർഷം മുഴുവൻ അവരെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജും ഇംഗ്ലീഷും കണക്കും ഇത് കാരണം ചിലർക്ക് 1 മുതൽ 50 വരെ എണ്ണാൻ പോലും അറിയില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധി കുറവായതുകൊണ്ടോ അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല, പക്ഷെ ചെറുപ്പം മുതലേ അവരെ ഈ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആ ഭാഷ ഉപയോഗിച്ച് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒരു ഭാഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചാൽ ഇവർ കേൾക്കുന്നവരെക്കാട്ടും മികച്ച രീതിയിൽ പെർഫോം ചെയ്യും. അല്ലാതെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ 11-12 വർഷം പഠിക്കേണ്ട കാര്യങ്ങൾ 1 വർഷം കൊണ്ട് അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അവരെ എഴുതാൻ തുടങ്ങും. ഓരോ സെന്റൻസ് ആയിട്ട് വാചകങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ ചെറുപ്പം മുതൽ അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു അത്യാവശ്യം തന്നെയാണ്. അപ്പം കുറെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പോലും സമൂലമായൊരു മാറ്റം ശരിക്കും അത് ഗവൺമെന്റ് തലത്തിലും ഒക്കെ തന്നെ വേണ്ടതാണ്. ഇപ്പം നമ്മൾ ഒരു ഭാഷയുടെ ബേസ് ഇല്ലാതെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അബ്സ്ട്രാക്ട് നൗൺസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റിസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് അവരെ പഠിപ്പിക്കുമ്പോൾ മലയാളത്തിൽ നീതി എന്നുള്ളത് അറിയാമെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ്. പക്ഷേ നീതി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. പിന്നെ ജസ്റ്റിസ് നമ്മൾ അവരെ അഭിനയിച്ച് കാണിക്കുകയാണ് ക്ലാസ്സിൽ. സിറ്റുവേഷൻ കാണിച്ചാൽ മാത്രമേ ഇവർക്കത് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ഒറ്റ വാക്ക് മനസ്സിലാക്കിക്കാൻ ചിലപ്പം ഒരു വലിയ സമയം വേണ്ടി വരും. കുട്ടികളെ പലപ്പോഴും ഈ ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടല്ലേ ഈ കുട്ടികൾക്ക് കേൾവി പരിമിതി ഉണ്ട് എന്നുള്ളത്, അതും പെട്ടു പോകുന്നില്ല കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും ചെറിയ കുഞ്ഞു പാവകളെ വരെ നമുക്ക് ആ ടെസ്റ്റ് നടത്താൻ പറ്റും ഈ കേൾവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കണ്ടുപിടിച്ച ഉടനെ അടുത്ത ലെവലിലോട്ട്. കാരണം ഒരു 3 വയസ്സ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അച്ഛനും അമ്മയ്ക്ക് അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടുന്നില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ 3 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് കേൾക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ വളരെ വൈകി. അതുകൊണ്ട് ഈ ക്ലിനിക്കുകളിൽ അവരെ പരിശോധിച്ചിട്ട് ഈ കേൾവിക്കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് കേൾവി പറ്റും, ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ല. ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചാലും പറ്റില്ല, അവർക്ക് സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെ പഠിപ്പിക്കണം. അപ്പൊ ആ രീതിയിൽ മാതാപിതാക്കളും പഠിക്കണം. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ചൈനീസ് ഇപ്പൊ നമുക്കറിയാത്തൊരു ഭാഷ, അപ്പൊ ചൈനീസ് പഠിക്കാൻ ഒരു കുട്ടിയെ നമ്മൾ ഒരു സ്ഥലത്ത് വിടുന്നു. വീട്ടിൽ വരുമ്പോൾ അവന് ആശയവിനിമയം നടത്താൻ ആ ലാംഗ്വേജിൽ ആരും ഇല്ലെങ്കിൽ ആ ലാംഗ്വേജിന്റെ സ്കിൽസ് അത്രയും വളരത്തില്ല. അപ്പൊ ഇവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്. അപ്പൊ വീട്ടിലുള്ളവരും മാതാപിതാക്കളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് പഠിക്കണം എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്കൊരിക്കലും സംസാരിക്കാനോ കേൾക്കാനോ നമ്മുടെ ലോകത്തിലേക്ക് വരാനോ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മൾക്ക് ഈ ഭാഷ പഠിച്ചാൽ മാത്രം അവരുടെ ലോകത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതൊരു 2-3 മാസം നമ്മൾ ശരിക്കും ട്രൈ ചെയ്താൽ ബേസിക് ആയിട്ടുള്ളവരോട് ആശയവിനിമയം നടത്താനുള്ള ആ ലാംഗ്വേജിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ മുദ്ര നടനം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ മുദ്ര നടനം എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുന്നത്? മുദ്ര നടനം എന്ന് വെച്ചാൽ മുദ്രകളുടെ ഒരു നടനം, ഇത് നൃത്തമാണ്, നൃത്തരൂപമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുവല്ലോ സ്റ്റുഡൻസിന് വേണ്ടി ഇങ്ങനെ പാട്ടുകൾ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലോട്ട് കൊണ്ടുവന്ന സമയത്താണ് അവർ വളരെ താളത്തോടെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് ഇതിങ്ങനെ ഈ മുദ്ര നടനത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് വരുന്നത്. ആദ്യമായിട്ട് കമ്പോസ് ചെയ്യുന്ന അളിവേണിയാണ്, സ്വാതി തിരുനാൾ കൃതിയാണ്. അപ്പൊ ആദ്യമായിട്ട് അതിങ്ങനെ കമ്പോസ് ചെയ്തു എന്റെ ഹസ്ബൻഡ് മാക്സി, മകൾ കൃപയും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്, മിമിക്രി താരമാണ്, കേരള യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു, ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് വിന്നറാണ്. നമ്മുടെ വീടെന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വീടും കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ ഹസ്ബൻഡാണ് ഇതിന് പേരിടുന്നത്. മുദ്രകളുടെ ഒരു നടനമാണ്, അപ്പൊ മുദ്ര നടനം. അപ്പൊ ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ്.
ആദ്യം ഇവരെ ചെയ്ത് കാണിച്ച് പറഞ്ഞു ഞങ്ങൾക്കും ഇത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇപ്പം ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ പണ്ടും പാട്ടുകൾ ആൾക്കാർ ചെയ്യാറുണ്ട്, ഈ ഇന്റർപ്രറ്റേഴ്സ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമാണ് മുദ്രനടനം. മുദ്രനടനത്തിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിന്റെ മുദ്രകൾ ഉപയോഗിക്കുന്ന നൃത്തരൂപമാണ്. അതിൻ്റെ അകത്ത് ഒരു പാട്ടിലെ ലിറിക്സ് ഉള്ള ഭാഗത്ത് മുഴുവൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലെ സൈനുകളാണ് മുദ്രകളാകുന്നത്. ഡാൻസിന്റെ വേറെ മുദ്രകളൊന്നും അവിടെ ഉപയോഗിക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നിടത്ത് ഭരതനാട്യമോ മോഹിനിയാട്ടത്തിന്റെ മുദ്രകൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഈ ബധിരരായിട്ടുള്ള ആൾക്കാർക്ക് സാഹിത്യം, ക്ലാസിക്കൽ കൃതികളോടുള്ള ബന്ധം, അവർക്ക് ശരിക്കും ആ ഒരു വേൾഡിലോട്ടുള്ള ഒരു യാത്ര അങ്ങനെ ഇല്ലല്ലോ. കാരണം ഭാഷയായിട്ടാണ്. ഇപ്പം രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ കാണിക്കുന്ന ഒരു മുദ്രയുണ്ട്, രാത്രി. ഇപ്പം നമ്മൾ നിശീതിനി, നിശ അങ്ങനെയൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള സാഹിത്യത്തിലോട്ടുള്ള ഒരു ഇത് വളരെ കുറവാണ്. ആശയവിനിമയത്തിന് ശരിക്കും രാത്രി, രാവിലെ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ സാഹിത്യ ഭംഗിയോടെ അവരിലോട്ട് അത് കൊണ്ടുവരാൻ ഈ മുദ്രനടനത്തിന് പറ്റും എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. അപ്പം അതിന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലാംഗ്വേജ് കയ്യിൽ ഇങ്ങനെ വിരലുകളിൽ കാണിക്കുക മാത്രമല്ല, ആ ശരീരം മുഴുവൻ ആ ഒരു കാര്യമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. കാരണം മുഖത്തെ എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏത് ചിന്തയും തരുന്നത് ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ വളരെ സമർപ്പിതമായിട്ട് ആ രീതിയിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് ഒത്തിരി പേർക്കും ഗുണകരമായ, സന്തോഷകരമായി മാറുമ്പോൾ സമൂഹത്തിൽ തന്നെ അതിനൊരു സന്തോഷം കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മളും ഒരേപോലെ സന്തോഷിക്കും. ഈ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരിക്കും? എനിക്ക് സ്വാതി കൃതികളിൽ കൃപയാ പാലയ ശൗരേ. ഇപ്പൊ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുന്നത് മുതൽ അതിന് മുമ്പ് തന്നെ നമുക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു സ്വാതി തിരുനാളിന്റെ ഒരു നോൺ ഡീറ്റെയിൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 87 കാലഘട്ടത്തിൽ SSLC പാസ്സായ ആളാണ്. അപ്പൊ ആ സമയത്തൊക്കെ പഠിച്ചിരുന്നവർക്കറിയാം സ്വാതി തിരുനാളിന്റെ നോൺ ഡീറ്റെയിൽ ടെക്സ്റ്റ്. അപ്പൊ അന്നാണ് സ്വാതി തിരുനാളിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ 12 ഭാഷ അറിയുന്ന ഒരാൾ സംഗീതത്തിൽ ഇത്രയേറെ എന്താണ് ഖയാൽസ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും എല്ലാം ഒരേപോലെ വളരെ വിഷണറി ആയിട്ടുള്ള ഒരു കലാകാരനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ പാട്ട് സ്വാതി തിരുനാൾ കൃതികളിൽ ഭക്തിഭാവമാണല്ലോ, ഈശ്വരനോടുള്ള ഭക്തിയാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള സോങ് ആണ്. അപ്പൊ കൃപയാ പാലയ ശൗരേ, എന്റെ കൃപയോടെ പാലിക്കുക ദൈവമേ എന്നുള്ള ആ ഒരു ഭക്തിഭാവത്തോടെ അല്ലെങ്കിൽ ആ ഒരു ഈശ്വരനോടുള്ള സ്നേഹം നമുക്ക് അതിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന കൃപ, ആ ഒരു കാര്യമാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ പാട്ട് എപ്പോൾ കേട്ടാലും എന്റെ കണ്ണ് നിറയാറുണ്ട്. എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു കീർത്തനമാണ്. कृपया पालय शौरे कृपया पालय शौरे करुणारस कृपया पालय शौरे करुणारस शौरे करुणारस वास कलुषार्ति कृपया पालय शौरे करुणारस वास कलुषार्ति कृपया पालय शौरे तपनीय निभचेन तपनीय निभचेन तपनीय निभचेन तपनीय निभचेन सुसुवदन तपनीय निभचेन तुहि नाम सुसुवदन तपनीय निभचेन तुहि नाम सुसुवदन
കൃപയാ പാലയ ശൗരേ. കുറുമേ കുശലം മുദ കുറുവിന്ദ നിഭദന്ത. കുറുമേ കുശലം മുദ കുറുവിന്ദ നിഭദന്ത. നിരുപമ സംസാര നിരധിവര പോത. നിരുപമ സംസാര നിരധിവര പോത. നാരദ മുഖമുനി നാരദ മുഖമുനി. നാരദ മുഖമുനി നികര ഗയ ചരിത. നാരദ മുഖമുനി നികര ഗയ ചരിത. വാരയ മമാഖില പാപജാതം ഭഗവൻ. വാരയ മമാഖില പാപജാതം ഭഗവൻ. കൃപയ പാലയ ശൗരേ കരുണാരസ വാസ കലുഷാതി വീരയ. കൃപയ പാലയ ശൗരേ. സൈൻ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുദ്രനടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലെല്ലാം സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്ററായിട്ട് വേദിയിൽ വരാറുണ്ട്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിപാടികൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുള്ളത് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താറുണ്ടോ. വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ എന്ത് പ്രോഗ്രാം നടത്തിയാലും സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റേഴ്സ് കാണും. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം കേരളത്തിൽ 3.5 കോടിയാണ് മലയാളികളെങ്കിൽ ഇന്ത്യയിൽ മൊത്തമുള്ള ബധിരരായ ആൾക്കാരുടെ എണ്ണം 6.5 കോടിയാണ്. അപ്പോൾ ഈ പല പരിപാടികളും നടത്തുമ്പോൾ അതിനകത്ത് എല്ലാ വിഭാഗത്തിലും പെട്ട് ആൾക്കാരെ ഉൾപ്പെടുത്താറില്ല. ആരുടെയും കുഴപ്പമല്ലാതെ അതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് കുറവായതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന ഫിസിക്കൽ എയിൽമെന്റ്സ് ഉള്ള, അല്ലെങ്കിൽ ഇപ്പം കാലിനോ കൈക്കോ ഒക്കെ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ ഡിസബിലിറ്റി വിഭാഗത്തിൽ പെടുത്തത്തുള്ളൂ. ഇപ്പം ബധിരരായ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്കതൊന്നും തോന്നത്തില്ല, അവർ പുറമേ ഒന്നും കാണുന്നില്ല. പക്ഷെ അവർ അനുഭവിക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല, അവർക്ക് പറയാൻ പറ്റുന്നില്ല, ആശയവിനിമയം ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ പാട്ട് കേൾക്കുക, ശബ്ദങ്ങൾ. അത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെ. പക്ഷെ അതേപോലെ തന്നെ അവർക്കും അതിന്റെ എത്രത്തോളം നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും, അവരെ അതിനകത്ത് ഉൾപ്പെടുത്തണ്ടേ, അവരെ മാറ്റി നിർത്തേണ്ട വിഭാഗമല്ല. നമുക്ക് അടുത്തൊരു പാട്ടിനും കൂടി സമയമായി. ഏത് പാട്ടായിരിക്കും പറയാ? എന്നോടുകൂടി വസിക്കുന്ന ദൈവമേ എന്നുള്ള പാട്ട്. അത് ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഞങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ദൈവസ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ളൊരു രീതിയിൽ എന്താണ് ഒരു ആരാധനാലയത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുക അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരിലും ഈശ്വരന്റെ അംശമുണ്ട്. അത് നമ്മൾ പല രീതിയിലായിരിക്കും തിരിച്ചറിയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മളത് അറിയുന്നില്ല. അപ്പം ഈ പാട്ടിൽ ശരിക്കും അത് കൃത്യമായിട്ട് അത് കാണിക്കുന്നത്. എന്നോടുകൂടി വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എന്നോടുകൂടി ദൈവം വസിക്കുന്നുണ്ട്, നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. എമാനുവൽ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. അതെ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ദൈവം സ്നേഹമായി, കാരുണ്യമായി, കൃപയായി എല്ലാം എല്ലാവരിലും വസിക്കട്ടെ. എന്നോടുകൂടി
ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മുദ്ര നടനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി വീട്ടിൽ അവതരിപ്പിച്ചു, പക്ഷെ അതിനൊരു വേദി കിട്ടണമല്ലോ, അപ്പോഴാണല്ലോ അത് നമ്മൾ അംഗീകരിക്കപ്പെടുക. അതൊക്കെ എങ്ങനെയായിരുന്നു? 2016 ഇങ്ങനെ ഒരു കാര്യം നമ്മളെ വീട്ടിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നു, അത് സന്തോഷകരമായി തീരുന്നു. പിന്നീട് എന്റെ സ്റ്റുഡൻസിനെ ഞാനത് പഠിപ്പിക്കുന്നു. ഫ്രീ ടൈമിലാണ് പഠിപ്പിക്കുന്നത്, ക്ലാസ് ടൈമിൽ പറ്റത്തില്ലല്ലോ. പഠിപ്പിച്ചെടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. നമ്മൾ ഈ മണിപ്രവാളം അല്ലെ സാൻസ്ക്രിറ്റിലുള്ളതാണെങ്കിൽ അത് മലയാളത്തില് ഇംഗ്ലീഷിലൊക്കെ, അപ്പൊ അവർക്ക് പല ഭാഷകൾ അവർ പഠിക്കുകയും ചെയ്യും. ആ വാക്കുകളെല്ലാം പഠിക്കും, വൊക്കാബുലറി ആണ് കൂടുന്നത്. അപ്പൊ ആ രീതിയിൽ അവർ പഠിപ്പിക്കും. ഇത് കൃത്യമായിട്ട് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായാലേ അവർക്ക് എക്സ്പ്രഷൻ വരുള്ളൂ. ആ എക്സ്പ്രഷൻ വരുത്തണം. പിന്നെ കറക്റ്റ് ടൈം ആയിരിക്കണം. ഈ പാട്ട് നമ്മളെ കേൾക്കുന്നുള്ളൂ, അവർ കേൾക്കുന്നില്ല, പക്ഷെ അവർ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ 2016 കോളേജിന്റെ വാർഷികാഘോഷത്തിലാണ് ആദ്യമായിട്ട് മുദ്ര നടനം അരങ്ങിലെത്തുന്നത്. അപ്പൊ അരങ്ങിലെത്തുമ്പം എന്നെ കൂടാതെ 5 ഡെഫായിട്ടുള്ള ആൾക്കാരും ഞാനും അവിടെ അത് പെർഫോം ചെയ്യുന്നത്. അപ്പൊ തന്നെ പത്രത്തിലൊക്കെ അത് വന്നു. അതിനെ തുടർന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമില്, പിന്നെ ഭിന്നശേഷി അവാർഡ്, ബദിര വാരാചരണം, ഇങ്ങനെയുള്ള ഗവൺമെന്റ് പ്രോഗ്രാംസിലെല്ലാം ഇങ്ങനെ വിളിക്കുക. അപ്പം അതിനെ തുടർന്നാണ് ഇങ്ങനെ ഈ പ്രോഗ്രാംസ് വന്നപ്പോഴാണ് സൂര്യ ഫെസ്റ്റിവലിൽ നമ്മൾ 2019 7 ബദിരരായ വിദ്യാർത്ഥിനികളും ഞാനും ഒപ്പം ഞങ്ങൾ സൂര്യ ഫെസ്റ്റിവൽ പെർഫോം ചെയ്തു. അത് വളരെ എന്ന് വെച്ചാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഈ സൂര്യ ഫെസ്റ്റിവൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ്. അപ്പൊ സൂര്യ കൃഷ്ണമൂർത്തി സാർ പറയും ചെയ്ത്, എങ്ങനെയാണ് ഇവർ ഈ പാട്ട് കേൾക്കാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, എനിക്കൊരു അത്ഭുതമാണിത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ കഴിഞ്ഞ ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേക്ക് വിഷ്ണു അമർനാഥ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ സിൻഡ്രോം അതിനെ ഓവർകം ചെയ്തൊരു നർത്തകൻ, പുള്ളി ഭരതനാട്യത്തിൽ MA കൂടെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്റെ ശിഷ്യനാണ്. ഞാൻ വിഷ്ണുവിനെ കാണുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെയാണ്, ഒരു ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ ഓട്ടിസം ഉള്ള കുട്ടികൾ, ഡൗൺ സിൻഡ്രോം ഉള്ളവര്, ഡെഫ് ആയിട്ടുള്ളവര്, പല രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വോളണ്ടിയർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി ഉള്ളവരാണ് ഈ മുദ്ര പെട്ടെന്ന് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ശിഷ്യനാണ് ഈ വിഷ്ണു. അപ്പൊ വിഷ്ണുവിന്റെ കൂടെ ഈ കഴിഞ്ഞ 2024 ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേക്ക് സൂര്യ ഫെസ്റ്റിവലിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ഇതിനകത്ത് സമയം എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി ഇത്രയും സമയം എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചെറുപ്പം മുതലെയുള്ള എൻ്റെ ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള കുട്ടികൾ വളർത്തുന്ന പോലെയുള്ള ഒരു സാഹചര്യമല്ല. വളരെ ദൂരെ നടന്നു പോയി തെള്ളകം എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്ത് ആദ്യമായി തുടങ്ങിയ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അവിടെ ആരെയും കുട്ടികളെ ചേർക്കില്ല. അവിടുത്തെ ആദ്യത്തെ സ്റ്റുഡന്റ് ആണ്. ഈ ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ട് ആൾക്കാരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിനോട് എനിക്ക് ഇത്രയും ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്. എന്നെ കണ്ടിട്ടാണ് പിന്നെ പലരും പിന്നെ കുട്ടികളെ അവിടെ ചേർക്കുന്നത്. എൻ്റെ അച്ഛൻ അദ്ദേഹം തുടങ്ങിയ സ്കൂളാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്കൂളുകളിൽ സംഗീത പഠനം ഉണ്ടായിരുന്നു. പല രീതിയിലും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പഠിച്ചത് ബേക്കർ സ്കൂളിലാണ്. അവിടെയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള സാഹചര്യങ്ങളുണ്ട്. മ്യൂസിക് പഠിക്കാം. സ്പോർട്സിൽ ജാവലിൻ ത്രോയിൽ ഞാനായിരുന്നു എപ്പോഴും, സ്കൂളിലും കോളേജിലും. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജാവലിൽ എൻ്റെ ആരും തോപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്പോർട്സിന്റെ കാര്യത്തിലും ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കൂടുതൽ ആൺകുട്ടികൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടുതലുണ്ടായിരുന്നു. അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അവരുടെ കൂടെയാണ് ഞാൻ എപ്പോഴും. പിന്നെ ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികളുടെ ഒരു ലോകമായിരുന്നു എൻ്റെ. ഇവര് പോകുന്നിടത്തെല്ലാം ഞാൻ പോകും, അവർ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യും. വീടിന്റെ മുകളിൽ കയറാറുണ്ട്, മരത്തിന്റെ മുകളിൽ കയറുക. ഇപ്പം ഡ്രൈവിങ്ങും ആൺകുട്ടികളോട് വളരുമ്പോൾ അങ്ങനെ
അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആവും. പിന്നെ എൻ്റെ അച്ഛൻ എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരുന്നു. അദ്ദേഹം മനോരമയിലായിരുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെയുള്ള ഒത്തിരി നന്മയുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന ഐഡിയാസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സ് കൊണ്ടുപോകാനുള്ള പരിശീലനം ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നെ അച്ഛൻ ജൂഡോ പഠിപ്പിച്ചാണ് എന്നെ ആദ്യമായിട്ട് ആയോധന കല. അത് കാരണം എവിടെയും ഞാൻ ആൺകുട്ടികളെക്കാട്ടും ഒരു പടി മുകളിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് പറയും ആൾക്കാരോട് ഇടപെടുന്നത് പോലും ഇപ്പം ഞാനും അച്ഛനും കൂടെ നടന്നു പോകുമ്പോൾ പറയും എങ്ങനെ ആൾക്കാരെ നോക്കണം, എങ്ങനെ നടക്കണം, ആൾക്കാരെ കണ്ണിൽ നോക്കി സംസാരിക്കണം, ആൺ പെൺ വ്യത്യാസം എന്നുള്ളത് പാടില്ല, അങ്ങനത്തെ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം എന്നൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. വീട്ടിൽ ഞങ്ങൾ കുട്ടികൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, പുറത്ത് പല കാര്യങ്ങൾക്ക്. അതായത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒത്തിരി കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് ഡാൻസ് പഠനം, പാട്ട്, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, ഗിറ്റാർ, 3 കാര്യങ്ങളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. പിന്നെ കവിതകൾ എഴുതുമായിരുന്നു. ഇപ്പോഴും എന്റെ കവിതകൾ കലാകൗമുദിയിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. പിന്നെ കരാട്ടയുടെ കാര്യം പറഞ്ഞു. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് 2013 സംസ്ഥാന ചാമ്പ്യനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതെല്ലാം കൂടി ഈ ചുരുങ്ങിയ സമയത്തിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള കവിതകൾ എഴുതുന്ന, ഗിറ്റാർ വായിക്കാൻ അറിയുന്ന ഒരാളെ കൊണ്ട് ഞാൻ 2 വരി പാടിച്ചില്ല എങ്കിൽ ശ്രോതാക്കൾ എന്നെ തല്ലാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 വരി കേൾക്കണം. ഗതി നീവേ ഗതി നീവേ ജഗതിനി ഗതി നീവേ ഈ ജഗതിനി ഗതി നീവേ ഈ ജഗതിനി ഗതി നീവേ ഈ ജഗതിനി ഗതി നീവേ ഈ ജഗതിനി ഗതി നീവേ ശ്രുതുലൈ ശ്രുതുലൈ സദതമു സേവ രതുലകു ഭക്തതതികി സദ്ഗതി നീവേ ഈ ജഗതിനി ഗതി നീവേ నీలీలలు నే తెలియక జాలను హిమబాల నను పాలింపుము కళ్యాణి నీలీలలు నే తెలియక జాలను హిమబాల నను పాలింపుము కళ్యాణి శ్రీలలితే మురళీధర బాలకృష్ణ సోదరినా గతి నీవే ఈ జగదిని గతి నీవే. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിന് കൂടി സമയമായി. ഏത് പാട്ടായിരിക്കും പറയുക? ഹിന്ദി സിനിമാ ഗാനങ്ങൾ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഓർത്തു വെക്കുന്നൊരു പാട്ടാണ് കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ. ആ പാട്ട് എത്ര കേട്ടാലും നമ്മൾ പിന്നെയും കേട്ടിട്ട് തോന്നുന്ന ഒരു പാട്ടാണ്. ഒരു എപ്പിക് സ്വഭാവമുള്ള ഒരു പാട്ടാണ്. എല്ലാ തലമുറകളെയും സ്വാധീനിക്കുന്ന ഒരു പാട്ട്. സാഹിർ ലുധിയാനയുടെ വരികൾ, ഖയാമിന്റെ സംഗീതം, മുകേഷാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए।
अब से पहले सितारों में बस रही थी कहीं, तू अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीं पे बुलाया गया है मेरे लिए, तुझे ज़मीं पे बुलाया गया है मेरे लिए। कभी कभी मेरे दिल में ख्याल आता है कि ये बदन ये निगाहें मेरी अमानत है, कि ये बदन ये निगाहें मेरी अमानत है। ये गेसुओं की घनी छाँव है मेरी खातिर, ये होठ और ये बाहें मेरी अमानत है, ये होठ और ये बाहें मेरी अमानत है। कभी कभी मेरे दिल में ख्याल आता है कि जैसे बजती हैं शहनाइयाँ सी राहों में, कि जैसे बजती हैं शहनाइयाँ सी राहों में, सुहाग रात है घूंघट उठा रहा हूँ मैं, सुहाग रात है घूंघट उठा रहा हूँ मैं, सिमट रही है तू शर्मा के अपनी बाहों में, सिमट रही है तू शर्मा के अपनी बाहों में। कभी कभी मेरे दिल में ख्याल आता है। ആമുഖത്തിൽ ഞാൻ ആംഗ്യഭാഷ അധ്യാപിക എന്നാണ് പരിചയപ്പെടുത്തിയത് എങ്കിൽ കൂടി ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഒരു ഗായികയെയും ഒരു നർത്തകിയെയും മുദ്ര നടനം എന്ന് പറയുന്ന പുതിയൊരു രൂപം തന്നെ ഡെവലപ്പ് ചെയ്ത ഒരാളെയും എഴുത്തുകാരിയെയും ഒക്കെയാണ്. എഴുത്തിന്റെ കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയി. എന്താണ് എഴുതുന്നത്? കവിതയാണോ? ഞാനൊരു ജേർണലിസ്റ്റാണ്. മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതുന്ന ആളാണ്. ഇപ്പോൾ എഴുതാറുണ്ട്. ജേർണലിസം എൻ്റെ ഒരു പാഷനും കൂടെയാണ്. എൻ്റെ ഹസ്ബൻഡും ജേർണലിസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും എഴുതുകയും ചെയ്യുന്ന ഒരു ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ട്. ഫിലിം ഫെസ്റ്റിവലൊക്കെ 1996 തുടങ്ങിയ IFFKയുടെ ആദ്യത്തെ വോളണ്ടിയറും കൂടെയാണ് ഞാൻ. അതിനുശേഷം ഇപ്പോൾ ഞാൻ എല്ലാ വർഷവും അതിനെ പറ്റിയിട്ട് കലാകൗമുദിക്ക് വേണ്ടിയിട്ടും മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്കായിട്ടും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ കവിത എഴുതും എന്നുള്ളൊരു എൻ്റെ ഒരു സാറാമ്മ ടീച്ചർ, ബേക്കർ സ്കൂളിലെ ടീച്ചറെ പറഞ്ഞ് തന്നെ എഴുതുന്നുണ്ടല്ലോ, എഴുതണം. അപ്പോൾ ടീച്ചർ എനിക്ക് ആദ്യം തന്നൊരു ബൈബിളാണ് സമ്മാനമായിട്ട് തന്നത്. ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കവിതകൾ എഴുതാറുണ്ട്. ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹം കടന്നുപോയപ്പോൾ എനിക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കടന്നുപോയ ആ ദിവസം തന്നെ ഞാനിങ്ങനെ ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കവിത വരുന്നത്. അപ്പോൾ ഞാനത് എഴുതി. അടുത്ത ദിവസം അദ്ദേഹത്തെ സംസ്കരിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അവസാന 4 വരികളും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട്. അപ്പം കവിതകളായിട്ട് അത് വരുന്നത് കലാകൗമുദി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ബധിരരായ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അവരെ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഈ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് അല്ലെ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകതകളെ പറ്റിയിട്ട് UK പ്രസിഡന്റിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നാഷണൽ സെമിനാർസ് ISLRTC, കാരണം ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അവിടെ ഈ പേപ്പർ പ്രസന്റേഷൻ, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, മുദ്ര നടനത്തിന്റെ പ്രത്യേകത, കരാട്ടെ ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്.
പിന്നെ ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾക്കുള്ള ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. മുദ്രഭാഷ അധ്യാപികയും മുദ്രനടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുമായ സിൽവി മാക്സിമേന പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം മനീഷ് എം പി. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.